ചലച്ചിത്ര താരം നിയാസ് ആണ് ഇന്ന് നമ്മുടെ അതിഥി. വളരെ കാലത്തിന് ശേഷം നിയാസ് വീണ്ടും ചലച്ചിത്ര രംഗത്ത് സജീവമായി വരികയാണ്. ഏതായാലും ന്യൂസ് വൺ മോർണിംഗിൽ എത്തിയതിന് നിയാസ് സ്വാഗതം ന്യൂസ് വൺ മോർണിംഗിലേക്ക്. താങ്ക് യു. കുറേ നാളത്തെ ഇടവേളയുണ്ടായി. എനിക്ക് തോന്നുന്നു ക്ഷണക്കത്ത് എന്ന സിനിമയിൽ നായകനായി പോയതിനു ശേഷം 2003 മുതൽ ഇവിടെ ഈ രംഗത്തുണ്ടെങ്കിൽ പോലും സജീവമായിട്ടുണ്ടെങ്കിൽ പോലും നായകനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നായകനായി വരികയാണ്. എന്തൊക്കെയാണ് പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ? പുതിയ ചിത്രം ലൈഫാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്ന സിനിമ ഇപ്പം നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നൊരു പടമാണ്. ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് പടം. അതിൽ ഞാൻ ചെയ്യുന്ന ലീഡ് റോളിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുധി എന്നാണ്. ഒരു ഫാമിലി മാനായിട്ടുള്ളൊരു ഹസ്ബൻഡ്. പിന്നെ പക്ഷെ അതിൽ കുറേ ഇതിൻ്റെ ക്യാരക്ടർ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് പോകുന്നൊരു ചിത്രമാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഇത് ലിയോൺ കെ തോമസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ലിയോൺ സ്ക്രിപ്റ്റ് എഴുതി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. സാദിഖ് കൊടിങ്ങി എന്ന് പറഞ്ഞ ഡയറക്ടർ, ഈസ് ഫ്രം മലപ്പുറം. പിന്നെ എൻ്റെ ഹീറോയിനായിട്ട് അഭിനയിച്ചത് സ്റ്റെഫി ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്, എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചത്. പിന്നെ ദീപ്തി നായർ എന്ന് പറഞ്ഞ വേറൊരു കുട്ടിയുണ്ട്. ഇറ്റ്സ് എ നൈസ് മൂവി. നല്ല രീതിയിൽ നല്ല കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. നിയാസ് ഒരു ഗൃഹസ്ഥനായി അഭിനയിക്കുമ്പോൾ നിയാസിൻ്റെ ക്യാരക്ടറിൽ അല്ലാത്ത ചില ഡീവിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ നിയാസിന് ചേരുന്ന ഒരു വേഷം എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം. അത് ഒന്നുകൂടി വിശദീകരിക്കാമോ? ആക്ച്വലി ഈ സിനിമ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഈ സിനിമ. നോർമലി പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നമ്മൾ പറഞ്ഞു വരുമ്പം ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ നോർമലായിട്ട് പല സിനിമകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്ത ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് ഇതിൽ. നമ്മൾ തന്നെ ആലോചിച്ചു. പക്ഷെ അതിലേക്ക് ഞാൻ വഴുതി വീഴുന്നതാണ്. അതായത് ഞാനായിട്ട് തേടി പോകുന്നതല്ല, സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ അതിൽ നിന്നും കരകയറാനുള്ള ബുദ്ധിമുട്ടും ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഡീവിയേഷൻ. കാരണം ഒരു ഹസ്ബൻഡ് ക്യാരക്ടറിൽ നിന്നും പിന്നെ ഒരു പ്രണയത്തിലേക്ക് പോവുകയാണ് ഞാൻ. അത് എൻ്റെ ഫാമിലി വിട്ടിട്ട് പ്രണയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന കുറേ മാനസിക സംഘർഷങ്ങളും ഇതിനിടയിൽ കുറേ നർമ്മങ്ങളും ഉണ്ട്, തമാശകളും ഉണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഞാനും ഒരു ഫാമിലി, ആ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള കുറേ നർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ ക്യാരക്ടേഴ്സ് കുറേ എനിക്കൊന്ന് ഞാൻ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു കൗമാര പ്രണയം, വളരെ യങ്ങായിട്ടിരിക്കുമ്പോഴുള്ള പ്രണയത്തിൻ്റെ ഒരു കഥയാണ്, വളരെ തീവ്രമായൊരു പ്രണയത്തിൻ്റെ കഥ. ഇതിൽ ഒരു ഹസ്ബൻഡിൽ നിന്നും പിന്നെ ഒരു പ്രണയത്തിലേക്ക് പോകുമ്പം ആ കൗമാര ലെവലിലേക്ക് എത്താനുള്ളൊരു ശ്രമം നടത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് അതിൻ്റെ കുറേ ടെൻഷൻസ് വരുമ്പോഴത്തേക്കുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കുറേ ചേഞ്ചസ് ഉള്ളൊരു നമ്മളുടെ ഭാവത്തിൽ കുറേ ചേഞ്ചസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ എനിക്കൊന്ന് നിയാസിന്റെ പുതിയ ചിത്രത്തിന് പറയാനേറെ വിശേഷങ്ങളുണ്ടാവും. പക്ഷേ നിയാസിനെ ഇപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആ പഴയ ക്ഷണക്കത്തിലെ ആ നായകൻ എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത്ര വലിയൊരു ബ്രേക്ക് നിയാസിന്റെ കരിയറിൽ വന്നത്? ഞാനിപ്പോൾ വീണ്ടും ഒരു 10 വർഷമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സിനിമയ്ക്ക് പറയുകയാണെങ്കിൽ അതൊരു വലിയ ബ്രേക്കായിട്ട് ചിലപ്പം എടുക്കാം. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വന്നത് കൊണ്ടുള്ള ഒരു ബ്രേക്കാണെന്ന് പറയാം. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പോയി. ആ പഠിത്തത്തിന് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ പഠിത്തവും ഞാൻ ഇവിടെ ഇല്ല, കേരളത്തിലും ഇല്ല. അവിടെ പഠിക്കാനായിട്ട് പോയി. പിന്നെ അവിടെ വീണ്ടും ഞാനൊരു 2-3 വർഷം അവിടെ സ്റ്റക്കായി. അങ്ങനെ ഒരു ബ്രേക്ക് ആണ് സംഭവിച്ചത്. പിന്നെ സിനിമയിലെപ്പോഴും വന്നു കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ എപ്പോഴും നമ്മളൊരു വിടാതെ കൊണ്ടുപോകണമെന്നുള്ളതാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം
ഇതൊക്കെ നമ്മളുടെ ഒരു അസംഷനാണ്. പിന്നെ വേറെ പക്ഷേ നിയാസിന്റെ രണ്ടാം വരവ് എനിക്ക് തോന്നുന്നു ദൈവവിധി എന്ന് പറയുന്നൊരു 2003 മുതൽ, നിയാസിന്റെ രണ്ടാം വരവ് ഏറെക്കുറെ 2003 മുതൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നിയാസ് ചലച്ചിത്ര രംഗത്തുണ്ട്. പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ പല വേഷങ്ങളും ചെയ്യുകയും ചെയ്തു. എന്നിട്ടും നായക വേഷത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു രണ്ടാം വരവിൽ ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെയല്ലേ നിയാസ്? രണ്ടാം വരവിൽ ഇത് ആദ്യമായിട്ടല്ലേ ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത്? അതെ 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 അതെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഇത്രയും നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം, അതായത് സൈഡ് ക്യാരക്ടർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഹീറോ ആയിട്ട് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. ഇൻഡസ്ട്രി മാറി, ആളുകൾ മാറി, അപ്പോൾ നിയാസ് മാറിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ മാറിയിട്ടൊന്നുമല്ല, ഞാൻ സെയിം തന്നെയാണ്. എനിക്ക് എൻ്റെ ചിലപ്പം രൂപത്തിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കാം, ക്യാരക്ടറിലൊന്നും അങ്ങനെ മാറ്റമൊന്നുമില്ല. ഞാൻ പറയാം സിനിമ മാറിയിട്ടുണ്ട്. സിനിമ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു തിരിച്ച് വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ രഞ്ജിത്ത് ഏട്ടൻ്റെ ബ്ലാക്കിൽ പാപ്പാലി സാബ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ വരുന്നത്. അതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്, അതൊരു വെൽ അപ്രിഷ്യേറ്റഡ് ക്യാരക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാസമുദ്രം, കുറേ നല്ല ചിത്രങ്ങൾ, ഒരേ കടൽ, ശ്യാമപ്രസാദ് സാറിൻ്റെ, പോലീസ് ഓഫീസറായിട്ട് സഹസ്രം, ജനാർദ്ദൻ സാറിൻ്റെ പ്രണയം, ഇതൊക്കെ എടുത്ത് പറയത്തക്ക പടങ്ങളാണ് ഞാൻ പറയുന്നത്. വേറെ കുറേ പടങ്ങൾ, പ്രണയം, ബ്ലെസ്സി സാറിൻ്റെ പ്രണയം, അതിൽ ലാലേട്ടൻ്റെ സണ്ണിലുമായിട്ട് ചെയ്തു. ഇതൊക്കെ കുറേ ക്യാരക്ടർ റോൾസ് ചെയ്തു. പക്ഷേ ഞാൻ പറയാം എല്ലാത്തിനും ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഹീറോ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ടൈം വരുമ്പം അങ്ങനെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ലിയോൻ്റെ ഭാവത്തിൽ എൻ്റെ അടുത്ത് വരികയും കഥ പറയുകയും അതിൽ ഞാൻ നായകനാവുകയും ചെയ്തത്. നമ്മൾ രണ്ടാമതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ സംസാരിച്ചു. രണ്ടാമത് നിയാസ് ഒരു ഗ്യാപ്പിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് എത്തിയതിനെ കുറിച്ച് നമ്മളിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ നിയാസ് എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഇൻഡസ്ട്രിയിൽ എത്തിയതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതും അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും. ഞാൻ കുറേ ചാനൽസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ഓക്കെ, ഇത് ആൾക്കാർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാത്തവർക്ക് ഇത് ഒരു ഇൻഫർമേഷൻ ആവാം. ഞാൻ ടി കെ രാജീവ് കുമാർ സാറിൻ്റെ പടമാണ് എൻ്റെ ആദ്യത്തെ ക്ഷണക്കെന്ന് പറയുന്നത്. സെൻട്രൽ പിക്ചേഴ്സാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അതിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ബ്രദർ നജീബക്ക യുടെ ഫ്രണ്ടാണ് ടി കെ രാജീവ് കുമാർ. അപ്പോൾ അവരൊരു യാത്രയിൽ എന്നെ മീറ്റ് ചെയ്തു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ ഒരു ഓഫർ വന്നിട്ടുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഹീറോ ആയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറയുകയും ചെയ്തു, ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി. അതും ആസ് എ ഹീറോ ഒരു പടം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കാലത്തും അത് ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു മെൻ്റലി ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരേണ്ടതെന്ന് പറയാൻ നവോദയയുടെ ബാനറിലാണ്. നവോദയയുടെ ജിജോ ചേട്ടനും ജോസേട്ടനുമാണ് എന്നെ ഓഡിഷൻ നവോദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ചെയ്യുകയും രാജീവേട്ടനും ഉണ്ടായിരുന്നു. അവർ സെലക്ട് ചെയ്തു. അന്ന് ശരത്താണ് ഇതിൻ്റെ ഫസ്റ്റ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കൈതപ്രം ചേട്ടൻ ലിറിക്സ് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫുൾ ഈ കുട്ടി എൻ്റെ കൂടെ അഭിനയിച്ച ആതിര എന്ന് പറയുന്ന, സിനിമയ്ക്ക് വേണ്ടി ആതിര നിട്ടു, പക്ഷേ ഒറിജിനലി പാർവതി എന്നാണ് പേര്. ഞങ്ങളെയൊക്കെ ഇതിലേക്ക് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചു, കൺഫേമായി. പിന്നെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. എനിക്ക് ജോസേട്ടനാണ് എനിക്കൊരു ഇൻഫർമേഷൻ തരുന്നത്. ഞങ്ങളീ പടം ഡ്രോപ്പ് ചെയ്തു, രാജീവ് നിയാസിനെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എനിക്ക് പിന്നെ രാജീവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ സിനിമ മാറി, പക്ഷേ ഞാൻ വേറൊരു സിനിമ ആണ്, വേറൊരു കഥയിലാണ് ചെയ്യുന്നത്, സെൻട്രൽ പിക്ചേഴ്സിൻ്റെ കാര്യം. ഞാൻ ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇവരുടെ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നത് ചെന്നൈയിൽ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ സോങ് റെക്കോർഡിങ് നടക്കുകയാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയും. അവിടുന്ന് പിന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്യാണ്. പിന്നെ ഊട്ടിയിലാണ് ഫസ്റ്റ് സല്ലാപം കവിതയായി എന്ന് പറയുന്ന സോങ്ങിൻ്റെ ഷൂട്ടിലാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ട്രിവാൻഡ്രം. ഇതാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി.
നിയാസ് പറഞ്ഞു ഈ ഇടക്കാലത്ത് വന്ന സിനിമകളിൽ ചിലതൊക്കെ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. ഒരു വില്ലൻ നിയാസിലുണ്ടോ? ഇല്ല, ഞാൻ ജീവിതത്തിലൊരു വില്ലനല്ല. അല്ലെങ്കിൽ അത് എളുപ്പമാണോ? കാരണം എന്നെ പരിചയപ്പെടുന്ന എനിക്ക് എനിക്കറിയില്ല. പിന്നെ ഇപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരൊക്കെ ഒറിജിനലി വില്ലന്മാരാവണമെന്നില്ല. ഹീറോ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നവർ ഒറിജിനലി ഒരു ഹീറോ ആവണമെന്നില്ല. അപ്പം ആക്ടിങ് ഈസ് ഓൾവേസ് ആക്ടിങ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു നമ്മൾ ആക്ടിങ് ഈസ് ലൈക്ക് ബിഹേവിങ് ആണ് ഇപ്പം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബിക്കോസ് യു ആർ ബോൺ ആസ് നമ്മുടെ ഒരു ചില ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കും. ബട്ട് അതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു നടനെ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടല്ലായിരിക്കും ഒരു സിനിമയിലേക്ക് സെലക്ട് ചെയ്യുക. അല്ല, നിയാസ് ബേസിക് ക്യാരക്ടറിനെ കുറിച്ചല്ല ട്രാൻസ്ഫോം ചെയ്യാം. നിയാസിൽ അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടോ എന്നതായിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്പം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ അതേ സ്വഭാവമാണോ എന്ന് ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, അഭിനയിക്കാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. തീർച്ചയായും അത്തരം ക്യാരക്ടേഴ്സിനോട് ഓക്കെ, തീർച്ചയായിട്ടും അഭിനയിക്കാൻ താല്പര്യം. അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. ആസ് ആൻ ആക്ടർ നമ്മളെല്ലാ ഇത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നൊരു വേഴ്സറ്റാലിറ്റി എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാനെന്നത് ഉപയോഗിക്കാൻ പ്രാപ്തനാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അത്. ബിക്കോസ് വെൻ യു ക്യാൻ ഡു ഓൾ ദ റോൾസ്, ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ ശരി, ഒരു വളരെ എന്താ പറയുക ഓഫ് ഗ്ലാമറായിട്ടുള്ളൊരു ഇതാണെങ്കിൽ ശരി, ഗ്ലാമർ കുറഞ്ഞതും അല്ലെങ്കിൽ ഗ്ലാമർ കൂടിയതും ഒക്കെ വേഷങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് ചെയ്യാൻ ഒരു നടന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ് ഫോർ എൻ ആക്ടർ. അപ്പോൾ എൻ്റെ മനസ്സിൽ അതുണ്ട്. കാരണം ഇനിയൊരു ആളായിട്ട് എപ്പോഴും നമ്മൾ നിൽക്കുക എന്നുള്ളൊരിതല്ല. ബിക്കോസ് ഞാൻ ചെയ്ത പല ക്യാരക്ടേഴ്സിലും അതുണ്ട്. എൻ്റെ വേഷത്തിലും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിലൊക്കെ അത് മാറ്റമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഏത് നല്ല വേഷങ്ങൾ വന്നാലും ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. എന്താ ആ ഒരു സിനിമയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആൻഡ് നമ്മുടെ ആ സിനിമയുടെ കഥയുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നിയാസിന്റെ കരിയറിനെ കുറിച്ച് ഏറെക്കുറെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നിയാസിന്റെ കുടുംബത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. നിയാസ് ഒന്നും പറഞ്ഞില്ല. കുടുംബം, ഞാൻ മാരീഡാണ്. ഒരു കുട്ടിയുണ്ട്, 2 വയസ്സ്. മകൻ്റെ പേര് എയ്ഡൻ എന്നാണ്, AYDEN. ചിലപ്പോൾ ഞാൻ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. വൈഫിൻ്റെ പേര് സബിത, ഷീസ് ഫ്രം പാലക്കാട്. പിന്നെ ഫാദർ മദറുണ്ട്, 3 ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്. ഇറ്റ്സ് എ ബിഗ് ഫാമിലി. ഞാൻ ബേസിക്കലി ഞാൻ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്, കൊല്ലം. ഐ ഓൾവേസ് ലവ് ടു സേ ഞാൻ ജനിച്ച നാട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊച്ചിയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ക്ഷണക്കത്തിൽ നിന്ന് ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്കും ജീവിതാനുഭവങ്ങളിലും ഒരുപാട് പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, കുടുംബം, ഭാര്യ, മക്കൾ തുടങ്ങിയ ആ രീതിയിൽ ജീവിതം കാരണം കൂടുതൽ പക്വത നേടുന്നു എന്ന് തോന്നാറുണ്ടോ? ആ പക്വത എങ്ങനെയാണ് അഭിനയ രംഗത്ത് പ്രയോജനപ്പെടുന്നത്? അഭിനയ രംഗത്ത് പക്വത എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. ഞാൻ ക്ഷണക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഒരു മാറ്റത്തിൽ എനിക്ക് മനസ്സിലാക്കി പറഞ്ഞാൽ അന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഡയറക്ടർ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു. നമുക്കൊരു ഇംപ്രൂവൈസേഷൻ ഒന്നുമില്ല. ബിക്കോസ് യു ഹാവ് ഇൻസൈഡ് ദർ ഇസ് ആക്ടിങ് എനിക്ക് ഒരു അംശം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്നെ മോൾഡ് ചെയ്യാം എന്നും കൂടെ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. അതൊരു പരിധിവരെ ഞാൻ ക്ഷണക്കത്തിൽ ചെയ്തു ഞാൻ പറയും. ഞാൻ ഒരിക്കലും പറയത്തില്ല ഐ ഹാവ് ഡൺ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ജോബ് എന്ന് ഞാൻ ക്ഷണക്കത്തിൽ ചെയ്തിട്ടില്ല. ഇന്നും ഞാൻ ഏത് സിനിമ കണ്ടാലും ഞാൻ ഒരിക്കലും നന്നായിട്ട് ചെയ്തു. മറ്റുള്ളവർ പറയും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരുപാട് തെറ്റുകൾ എൻ്റെ അഭിനയത്തിൽ ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ ഇത്രയും എന്താ പറയുക അഭിനയ ജീവിതത്തിൽ നമുക്കുള്ള മാറ്റം എന്ന് പറയുന്നത്
ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വണ്ടി ഓടിക്കുന്ന മാതിരിയാണ്. നമുക്കുള്ള കഴിവിന് ബ്രഷപ്പ് ചെയ്ത് കുറേ ഇൻഹിബിഷൻസ് കാണും. യു വിൽ ഹാവ് ഇൻഹിബിഷൻസ്. ചിലപ്പം ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വരാനായിട്ടുള്ളൊരു ചിലപ്പോൾ നമുക്ക് ഇൻബോണായിട്ട് ചിലപ്പോൾ ഷൈനസ് കാണും. നമ്മൾ ആ ക്യാരക്ടർ ചിലത് നമുക്ക് നന്നായിട്ട് പറ്റും, ചിലത് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ ഒരു ബ്രേക്കില്ലാതെ വെൻ യു സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് യു വിൽ ബിക്കം ഈസി ആൻഡ് യു വിൽ ഒരു മെച്യൂരിറ്റി അതിനകത്ത് വരും. നമുക്ക് എല്ലാവരുമായിട്ടും സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് എവ്രി വൺ. നമ്മളെല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു ഒരു ക്രൂവിൻ്റെ കൂടെ വി ഹാവ് ടു സെറ്റ് അപ്പ് അവർ സെൽഫ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം ലിറ്റിൽ മോർ ഈസിയർ ഫോർ ആക്ടിങ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വണ്ടി നമ്മൾ ഒരു കാറ് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു ആർ ഡ്രൈവിങ് എവറി ഡേ യു വിൽ ഗെറ്റ് ഇംപ്രൂവ്. നമ്മുടെ ആ ഡ്രൈവിങ്ങിൽ കുറച്ച് ഈസിനെസ് വരും. ബിക്കോസ് നമുക്ക് കുറേ നാൾ നമ്മൾ ചെയ്യാതിരുന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ആക്ടിങ്ങിൽ ഒരു പരിധിവരെ ഉണ്ടാവാം. ഇതൊക്കെ എൻ്റെ ഒരു നിഗമനം പറയുന്നത്. ഇറ്റ് കുഡ് ഡിഫർ പേഴ്സൺ ബൈ പേഴ്സൺ. ഇതൊക്കെ എൻ്റെ ഒരു അതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഐ എം ലേണിങ് മോർ ആൻഡ് ഡൂയിങ് ബെറ്റർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് നോട്ട് 100%. മേ ബി ടു എ സർട്ടൺ % ദാൻ വിച്ച് ഐ വാസ് ഡൂയിങ് ബിഫോർ. വളരെ നന്ദി നിയാസ്, ഞങ്ങളോട് ഈ പ്രഭാതം ചെലവഴിച്ചതിന്.